നമുക്ക് ദൈവവുമായിട്ട് ബന്ധമുണ്ട്, അല്ലെങ്കിൽ ഡയറക്റ്റ് ഞാൻ വിളിച്ചാൽ ദൈവം കേൾക്കും എന്നുള്ളത് ജനസമൂഹത്തിനെ കൺവിൻസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ഭാഗമാണ്. ഞാൻ പറഞ്ഞാൽ ഇപ്പൊ ദൈവം കേൾക്കും, അതായത് എൻ്റെ വാക്കുകളും ദൈവം കേൾക്കും എന്നുള്ളത് മനുഷ്യരെ സമ്മതിപ്പിച്ചെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിനാണ് ശരിക്കും മതങ്ങളുടെ ആവശ്യം ഉള്ളതും തന്നെ. അതുകൊണ്ടായിരിക്കാം ഒരു മതം എന്നുള്ള ഒരു രീതിയിൽ ഇപ്പൊ നമ്മൾ ഇന്ത്യയിൽ എടുക്കുകയാണെങ്കിലും, ഇന്ത്യയിൽ മിക്കവാറും ഈ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് തന്നെയാണ് മിക്കവാറും മതങ്ങളുടെ ഉത്ഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത്, അല്ലേ? അപ്പൊ ഇന്ത്യയിൽ പക്ഷെ ഇത്രയൊക്കെ ആയിട്ടും ഒരു മതം എന്നുള്ള രീതിയിൽ ഒരു വസ്തുത ഉയർത്തെഴുന്നേറ്റ് വന്നിട്ടില്ല ഇതുവരെ. അവിടെ ഈവൻ എനിക്ക് തോന്നുന്നത് 9 BC-യിലാണെന്ന് തോന്നുന്നു ജൈനമതം വന്ന ആദ്യം. അതിനുശേഷം 5ാമത്തെ സെഞ്ചുറിയിലോ 5ാമത്തെ BC-യിലാണെന്ന് തോന്നുന്നു ബുദ്ധമതം വന്നു. അത് കഴിഞ്ഞിട്ടാണ് 1ാമത്തെ സെഞ്ചുറിയിൽ ക്രൈസ്റ്റിന് ശേഷമുള്ള ഇതിൽ ക്രിസ്തുമതം വന്നു. അങ്ങനെ പിന്നെ ഇസ്ലാം മതം വന്നു. പക്ഷെ ഈ മതം എന്നുള്ള ഒരു കൺസെപ്റ്റ് തന്നെ അവിടെ നിലനിൽക്കുന്നില്ല. അത് എനിക്ക് തോന്നുന്നത് ഇതിലുള്ള ഒരു വ്യത്യാസം തന്നെ ആയിരിക്കാം. ഏതാണ്? അവിടെ ധർമ്മത്തിനാണ്. അവിടെ ഇപ്പം നമ്മൾ പറയുമ്പോൾ ഹിന്ദു ധർമ്മം എന്നാണ് പറയുന്നത്, ഹിന്ദു മതം എന്നല്ല പറയുന്നത്. അതായത് ധർമ്മം എന്ന് പറയുന്നതിന് 4-5 പില്ലേഴ്സ് ഉണ്ട്. സത്യം, ദയ, ദാനം, മുമ്പേ പറഞ്ഞ പോലുള്ള ചില വാക്കുകളൊക്കെ അതിനകത്തുണ്ട്. അത് പറയുന്നതാണ് ധർമ്മവും സത്യവും. അതായത് ഹിംസായ ദൂയതേ ഇതി ഹിന്ദു എന്ന് പറയും. മറ്റുള്ളവന്റെ പ്രശ്നങ്ങളില് സങ്കടം തോന്നുന്നവൻ ആരാണോ അവനാണ് ഹിന്ദു എന്ന് പറയും. പക്ഷെ അവിടെ ആ ദൂയത എന്ന് പറയുന്നിടത്ത് അവിടെ മനുഷ്യൻ എന്ന് പറയുന്നില്ല. അപ്പൊ ആരും ആകാം, മൃഗങ്ങളും ആകാം, ചെടികളും ആകാം. അപ്പൊ ആ ധർമ്മം എന്ന് പറയുമ്പോഴത്തേക്കും മതം എന്ന് പറയുമ്പോഴത്തേക്കും 2 വ്യത്യസ്തമായ സൈഡിലേക്ക് പോകുന്നു. ഒന്ന് മതം എന്ന് പറയുന്നത് മനുഷ്യനെ മാത്രം, മനുഷ്യന് ജീവിക്കാനുള്ള ചില ഉപകരണങ്ങളും, അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന മനുഷ്യന് ഓക്സിജൻ വേണം, അല്ലെങ്കിൽ മറ്റുള്ള. അപ്പൊ ആ ഒരു കൺസെപ്റ്റില് നേച്ചറുമായിട്ടുള്ളൊരു ബന്ധം നഷ്ടപ്പെടുന്നില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. പ്രകൃതിയുമായിട്ട് അടുക്കാതെ മനുഷ്യൻ്റെതായിട്ടുള്ള രീതിയിലേക്ക് ഓടിപ്പോകുന്ന ഒരു രീതിയുണ്ട്. എനിക്ക് വേണം. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ എക്സാമ്പിൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വൃക്ഷം വെട്ടിയിട്ട് നമ്മൾ വീട് വെക്കുന്നതും അത് തന്നെയാണ്. അപ്പൊ നമുക്ക് പ്രകൃതി വേണ്ട, എനിക്ക് വീട് മതി എന്നുള്ള രീതിയിലേക്ക് പോകുമ്പോഴും അപ്പോഴും നമ്മുടെ മതാചാര്യന്മാര് വന്ന് അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ അവനോട് പറയുന്നില്ല ഒരു മരം വെച്ചിട്ട് നീ വേറൊരു മരം വെട്ട് എന്ന് അവരും പറയുന്നില്ല. അപ്പൊ എല്ലാവർക്കും ഒരു യൂണിറ്റി വേണം. അത് മതത്തിന്റെ ഒരു ഗുണവുമാണ്, അതേപോലെ തന്നെ അതൊരു ദോഷവുമാണ്. ക്വാളിറ്റി എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ ക്വാളിറ്റിക്ക് വേണ്ടിയിട്ട്, അവൻ നന്നാകാൻ വേണ്ടിയിട്ട്, അവന്റെ മനസ്സ് വികസിക്കാൻ വേണ്ടിയിട്ട്, മുമ്പേ പറഞ്ഞ മാനസാന്തരം ഉണ്ടാകാൻ വേണ്ടിയിട്ട്, ഞാൻ ചെയ്യുന്നത് തെറ്റാണ്. ഇപ്പൊ ഇല്ലെങ്കിൽ ഞാൻ ഒരുത്തനെ കുത്തിക്കൊന്നു, നാളെ പോയി ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആ പാപം തീരും എന്നുള്ള ഒരു കൺസെപ്റ്റ് പോലും നമ്മൾ മതങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇന്ന് വരെ ചെയ്ത എല്ലാ തെറ്റുകളും നീ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം മാറിക്കിട്ടും എന്ന് വരെ നമ്മൾ അന്ധമായിട്ട് വിശ്വസിക്കുന്നു. അത് നമ്മൾ മതങ്ങളിലല്ല വിശ്വസിക്കേണ്ടത്. മുമ്പേ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ദൈവങ്ങളിലാണ് വിശ്വസിക്കുന്നത്. പക്ഷെ ആ ദൈവത്തെ കാണാനോ നമുക്ക് സ്പർശിക്കാനോ, നമ്മൾ അക്കൗണ്ട്സിൽ പറയുന്ന പോലെ ഇൻടാഞ്ചിബിൾ, ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു സംഗതിയാണ്. അതുകൊണ്ട് നമുക്കത് പിന്നെ വിശ്വസിപ്പിക്കാൻ പറ്റുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് എവിടെയാണ്? ഇതാര് സൃഷ്ടിച്ചു എന്നുള്ള ഒരു ചോദ്യം ചോദിക്കുമ്പോൾ മാത്രമേ ഇതെങ്ങനെ ഉണ്ടായി, ലോകം എങ്ങനെ ഉണ്ടായി,
അല്ലെങ്കിൽ ഓക്സിജൻ ആണ് മനുഷ്യൻ ശ്വസിക്കേണ്ടത്, അതേ ഓക്സിജൻ തന്നെ മരങ്ങൾ പുറത്തേക്ക് വിടും, അവര് കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കും. ആ ഒരു പ്രകൃതിയുടെ സന്തുലനാവസ്ഥ മനുഷ്യന് മനസ്സിലാക്കാൻ പോകാത്തതല്ലേ വേറൊരു പ്രശ്നം കൂടെ? അതും ഉണ്ടാകുന്നില്ല ഇവിടെ. ഇപ്പൊ നമ്മള് ഓക്സിജൻ ശ്വസിക്കണമെന്നും മരങ്ങള് ഓക്സിജൻ അത് വെച്ചിട്ട്, അതായത് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടണമെന്നും, ഓക്സിജൻ പുറത്തേക്ക് വിടണമെന്നും നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടണമെന്നും, അതേ കാർബൺ ഡൈ ഓക്സൈഡ് അവർക്ക് പ്രയോജനമാകും, അവര് വിടുന്ന ഓക്സിജൻ നമുക്ക് പ്രയോജനകരമാകും. ഇങ്ങനെ ഒരു സന്തുലിതാവസ്ഥ പ്രകൃതിയിൽ ഉണ്ടാക്കുകയും ആ ഉണ്ടാക്കിയ ദൈവത്തെ നമ്മൾ മറന്നിട്ട് ഏതോ ആൾക്കാർ എന്തൊക്കെയോ എവിടെയൊക്കെയോ കുറിച്ചു വെച്ചിരിക്കുന്ന ചില കാര്യങ്ങളുടെ പുറകെ പോവുകയും ചെയ്യുന്നത് തന്നെ ഒരു തെറ്റായിട്ടുള്ള ഒരു നടപടി തന്നെയാണ്. അതായത് പിന്നെ ഈ നമ്മള് മതത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഹോമോസേപ്പിയൻസ് എന്ന് പറയുന്നത്. ആ ഹോമോ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ, സേപ്പിയൻസ് എന്ന് പറയുന്നത് ഏറ്റവും വൈസ്, ഇന്റലിജന്റ്, ഇന്റലക്ച്വൽ, അതിന്റെ ഒരു വാക്കാണ് സേപ്പിയൻസ് എന്ന് പറയുന്നത്. ആ ഹോമോസേപ്പിയൻസിന്റെ ബൈഫർക്കേഷൻസ് നോക്കുമ്പോൾ തന്നെ 8 ബൈഫർക്കേഷൻസ് ഉണ്ട്. അതിലെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. അതിൽ ലാസ്റ്റ് കണ്ടുപിടിച്ച് അടുത്ത സമയത്ത് വരെ ഒരു നാലാദി എന്ന് പറഞ്ഞ ഒരു വർഗം കൂടി അതിനകത്ത് ചേർത്തിട്ടുണ്ട്. അപ്പൊ ഈ മതങ്ങൾ വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നത് വർഗം എന്ന് പറയുന്ന ഒരു ഭാഗമായിരുന്നു. വർഗം, അത് സംസ്കൃതത്തിൽ നിന്നാണ് വർഗം വന്നിരിക്കുന്നത്. ആ വർഗത്തിനകത്ത് ഒരു കൂട്ടമാകാം, ഒരു സമൂഹമാകാം, ഒരു എന്താ പറയുന്നത്, അത് കണക്കിൽ പോലും നമ്മൾ ഉപയോഗിക്കാറുണ്ട് വർഗം, അല്ലെ? ഗണം, അങ്ങനെയുണ്ടൊരു പറച്ചിലുണ്ട്. അതുകൊണ്ട് അപ്പൊ ഈ വർഗം എന്ന് പറയുന്നത് ഒരേ ജാതിയിൽപ്പെട്ട, ഒരേ ജാതി എന്ന് ഞാൻ ഉദ്ദേശിച്ച അങ്ങനെയല്ല, ഒരേ കളറിൽപ്പെട്ട, അല്ലെങ്കിൽ ഒരേ ജോലി ചെയ്യുന്ന, ഒരേ രീതിയിലുള്ള ജോലി ചെയ്യുന്ന. നമ്മളിപ്പോ എല്ലാ അക്കൗണ്ട്സ് കൈകാര്യം ചെയ്യുന്നു. അപ്പൊ നമ്മളെ അക്കൗണ്ടന്റന്മാരെന്ന് വിളിക്കുന്നു, അല്ലെ? ഈ ഡോക്ടേഴ്സ് അസുഖങ്ങൾ കണ്ടുപിടിക്കുന്നവരെ ഡോക്ടേഴ്സ് വിളിക്കുന്നു. അവരെ നമ്മളല്ലെങ്കിൽ അപ്പോത്തിക്കിരി അല്ലെങ്കിൽ ഡോക്ടേഴ്സ് നമ്മൾ വിളിക്കുന്നത് എന്ന് പറയുന്ന പോലെ ജാതീയ അധിഷ്ഠാന, അതായത് ചെയ്യുന്ന കർമ്മത്തിന് അധിഷ്ഠിതമായിട്ടായിരുന്നു പണ്ട് ജാതികൾ കണ്ടുപിടിച്ചത്. അങ്ങനെയാണ് ബ്രാഹ്മണരും ക്ഷത്രിയരും ശൂദ്രരും വൈശ്യരും ഒക്കെ ഉണ്ടാക്കിയത്. ഞാൻ തന്നെ ശരിക്കും പറഞ്ഞാൽ നോക്കിക്കഴിഞ്ഞപ്പോ എനിക്ക് ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര എന്ന 4 ജാതികൾ നമ്മുടെ നാട്ടിലെപ്പോഴും വഴക്കുണ്ടാകുന്ന 4 വിഭാഗങ്ങളാണ്. അത് വെച്ച് മുതലെടുക്കുന്ന ഒരു വിഭാഗങ്ങളുമാണ് വരുന്നത്. അതിനെ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരവുമായിട്ടൊരു കമ്പാരിസൺ കൊടുത്തിട്ടുണ്ട്. ബ്രാഹ്മണൻ എന്ന് പറയുന്നത് തല ശരീരത്തിന് ആവശ്യമാണ്, മനുഷ്യന് ആവശ്യമാണല്ലോ. അതീവൻ ഏത് രീതിയിലാണ് അവൻ ഉയർന്നു തന്നെ നിൽക്കുന്നത്. പിന്നെ വരുന്നത് ക്ഷത്രിയരാണ്. ക്ഷത്രിയർ കൈ, കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കൈ, കർമ്മം ചെയ്യേണ്ടത് അത്യാവശ്യമല്ലേ. പിന്നെ വൈശ്യരെ ഞാൻ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വയറാണ്, നമ്മുടെ വയറിന്റെ ഭാഗം. വൈശ്യരെന്ന് പറഞ്ഞാൽ അവരാണ് ബിസിനസ് നടത്തേണ്ടത്, ബിസിനസ് നടത്തി അവർ പൈസ ഉണ്ടാക്കുന്ന അവരാണ്. ശരിക്കും പറഞ്ഞാൽ ഈ കർമ്മം ചെയ്യുന്നവരും ഈ വൈശ്വര്യമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്രാഹ്മണനെയും ശൂദ്രനെയും ഒക്കെ നിലനിർത്തി മുമ്പോട്ട് പോകുന്നത്. അത് അവിടെ ലാസ്റ്റ് വരുന്നത് നമ്മളെല്ലാവരും പറയുന്നത് ശൂദ്രരെന്നത്. ശൂദ്രരെന്ന് ഞാൻ പറയുന്ന കാലുകളാണ്. അപ്പൊ ഏറ്റവും ഈസി ആയില്ല, തലയില്ലാതെ മനുഷ്യനില്ല. അപ്പൊ ബ്രാഹ്മണനില്ലാതെ മനുഷ്യ ശരീരമില്ല. അതുപോലെ തന്നെ കൈ ഇല്ലാതെ ഒരു മനുഷ്യ ശരീരവുമില്ല. വയറില്ലാതെ, വയറിനെ പോറ്റാതെ ഒരു മനുഷ്യ ശരീരവുമില്ല. കാലുകളില്ലാതെ ഒരു മനുഷ്യ ശരീരവുമില്ല. അപ്പൊ എല്ലാം പ്രധാനപ്പെട്ടതാണ് ഒരു സമൂഹത്തിന്. അപ്പൊ ഇങ്ങനെ ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ മതവുമില്ല, ഒന്നുമില്ല. അപ്പൊ എന്റെ കാൽ എനിക്ക് നടക്കാൻ ആവശ്യമാണ്, അപ്പൊ ശൂദ്രനാണ് ഞാൻ. കാലിന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ഞാൻ ശൂദ്രനും, വയറിന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ഞാൻ വൈശ്യനും. അതുപോലെ തന്നെ നമ്മൾ കൈയുടെ കൈ നോക്കുമ്പോൾ ക്ഷത്രിയനും. അത് രാജ്യത്തെ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ ആ രീതിയിൽ പോകുമ്പോൾ നമുക്ക് ചിന്ത കൊണ്ടുവരണ്ട.
ഭാഗം വരുമ്പോഴത്തേക്ക് അത് ബ്രാഹ്മണനുമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇതിനെ പോലും നമ്മൾ മറ്റൊരു രീതിയിലേക്ക്, ഒരു ജാതീയമായിട്ട് അല്ലെങ്കിൽ മതപരമായിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിന്റെ പേരിൽ നമ്മൾ പരസ്പരം വഴക്കിടുന്നു. അവിടെ പോലും മതമേലധ്യക്ഷന്മാരോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയാൻ കഴിവുള്ളവരോ ഒന്നും പറയുന്നില്ല എന്നുള്ളതാണ്. അപ്പം മതം, നമ്മളിപ്പോ ഒരു മൊബൈല് കുട്ടികളുടെ കൊടുത്തിട്ട് പറയും, എടാ അവിടോട്ട് പോകരുത്, ഇവിടോട്ട് പോകരുത്, മറ്റിടത്തോട്ട് പോകരുത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും. പക്ഷെ അങ്ങനെ പറയുമ്പോൾ അവനോട് നമ്മൾ പറയുന്ന അതിന്റെ നല്ല വശങ്ങൾ മാത്രമേ എടുക്കാവൂ എന്നുള്ള, ചീത്ത വശങ്ങൾ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ മതത്തിന് എന്തെങ്കിലും ചീത്ത വശങ്ങൾ ഉണ്ടെങ്കിൽ അതെടുക്കാതെ അതിന്റെ നല്ല വശങ്ങളെ എടുക്കുക. ഇപ്പം മുമ്പേ പറഞ്ഞ അതിനൊരു ഇതൂടെ ഞാൻ പറയാം. നമ്മളാണ് ദൈവം എന്ന് പറയുന്നത്, അല്ലേ? ദൈവം മീൻസ് നമുക്ക് മരണമില്ല, ദൈവത്തിന് മരണമില്ല എന്ന് ബൈബിളിൽ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ? അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇത് തന്നെയാണ്. അപ്പൊ ഞാൻ മാത്യു സാറിനെ ബഹുമാനിക്കണം, മാത്യു സാർ എന്നെ ബഹുമാനിക്കണം. ഞാനും ദൈവത്തിന്റെ സൃഷ്ടിയാണ്, മാത്യു സാറും ദൈവത്തിന്റെ സൃഷ്ടിയാണ്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ കൊണ്ടിരിക്കുന്ന ഖദീജ മാഡം ആണെങ്കിലും നമ്മുടെ ദൈവത്തിന്റെ സൃഷ്ടിയാണ്. അപ്പൊ എല്ലാം ദൈവത്തിന്റെ സൃഷ്ടിയാണ്. എല്ലാവരും ദൈവത്തിന്റെ അംശമുണ്ട്. ഈ അംശമുണ്ടെങ്കിൽ എനിക്കെങ്ങനെയാണ് മറ്റൊരാളിനെ കുറ്റം പറയാൻ പറ്റുന്നത്? അല്ലെങ്കിൽ എനിക്കെങ്ങനെയാണ് മറ്റൊരാളിനെ കുത്തിക്കൊല്ലാൻ തോന്നുന്നത്? ഒരിക്കലും അഹിംസ എന്ന് പറയുന്ന ഭാഗത്തിൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഹിംസയിൽ കൂടി നമുക്ക് അവിടെ പോകാൻ പറ്റത്തില്ല. ഇതല്ലേ നമ്മുടെ ശരിക്കും മതാധ്യക്ഷന്മാര്, മതത്തിന്റെ മേലധികാരികള്, അതുപോലെ തന്നെ പണ്ഡിറ്റുകള്, അവരൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട ഭാഗങ്ങൾ. ഇവിടെ അതിന് പകരം അതുപോലെ തന്നെ മതത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ബുദ്ധമതം, ജൈനമതം, അശോക ചക്രവർത്തിയായിരുന്നു ബുദ്ധമതത്തിന്റെ പ്രചാരകൻ. കേട്ടിട്ടുണ്ടാകും ചരിത്രത്തില്. ഒരു ചക്രവർത്തി പ്രചരിപ്പിച്ചിട്ട് പോലും ആ ബുദ്ധമതത്തിന് ഉണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്, പിന്നീട് ഒരു പ്രചാരം ആ ബുദ്ധമതത്തിനുണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ജൈനൻ. ഇപ്പോഴും നമ്മൾ ഒരു മതം ഉണ്ടാക്കത്തക്ക രീതിയിൽ ഭാരതത്തിൽ ഇഷ്ടം പോലെ ആചാര്യന്മാരുണ്ട്, അല്ലേ? അതേപോലെ കരുതുന്നവരുണ്ട്. പക്ഷെ അവരാരും ഒരു മതം ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ മതം എങ്ങനെയാണ് ഉണ്ടാക്കപ്പെടുന്നത്, മതം എങ്ങനെയാണ് ഇല്ലാതാകുന്നത്, ഇത് കണ്ടുപിടിക്കേണ്ട ഒരു വസ്തു തന്നെയാണ്. അത് മാത്രമല്ല, ഇതിന്റെ ഏറ്റവും ഒരു ദോഷം എന്ന് പറയുന്നത് അപ്ഡേഷൻ ഇല്ലേ. അപ്ഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് സയൻസ് പരമായിട്ടുള്ള അപ്ഡേഷൻ മതത്തിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾക്കില്ലെന്നുള്ളതാണ്. ഇപ്പൊ ഏത് രീതിയിലാണോ അന്ന് എഴുതി വെച്ചിരിക്കുന്നത് അതനുസരിച്ചുകൊണ്ട് നമ്മൾ ഇപ്പോഴും, ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസറിന് അസുഖം വന്നു, ആ ക്യാൻസറിനെ കുറിച്ച് നമ്മൾ എങ്ങും പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ നിനക്ക് അസുഖം വരും, അന്ന് വൈദ്യന്മാരെടുത്ത് പോകും, മരുന്ന് കഴിക്കണം എന്നുള്ളതാണ്. ഇപ്പോഴ് അത് ഡോക്ടേഴ്സിന്റെ അടുത്ത് പോകണം. അപ്പൊ ഡോക്ടേഴ്സിന്റെ അടുത്ത് പോകുമ്പോൾ ഡോക്ടർ ചികിത്സിക്കുമ്പോൾ പല രീതിയിലുള്ള പേഷ്യന്റിനെ ടച്ച് ചെയ്യേണ്ടി വന്നെന്ന് വരും. അതുപോലെ മറ്റേ എക്യുപ്മെന്റ്സ് വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യേണ്ടി വരുന്നു. ഇതൊക്കെ ഒരു മതത്തിൽ നിന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ അത് റെസ്ട്രിക്ഷൻസ് ആണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഡോക്ടേഴ്സിന്റെ അടുത്ത് പോകാൻ പാടില്ല. അപ്പൊ ഈ സബ്ജക്റ്റുകളല്ല ഒരു മതത്തിൽ തീരുമാനിക്കപ്പെടേണ്ടത്. മതത്തിൽ തീരുമാനിക്കപ്പെടേണ്ടത് അവന്റെ മനസ്സിന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടും സമാധാനത്തിന് വേണ്ടിയിട്ടും എന്ത് ചെയ്യാൻ പറ്റും, അതാണ് മതത്തിൽ ചെയ്യേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. അത് നമ്മൾ പറഞ്ഞത്, രണ്ടുപേരും പറഞ്ഞത് ഏകദേശം ഒരു ഭാഗങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ എന്നാലും വൈഡായിട്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ മതം ലോകത്തിന് ആവശ്യമില്ലാത്തൊരു വസ്തു തന്നെയാണ്. മതത്തിനേക്കാൾ ഉപരി മനുഷ്യത്വമാണ്, മാനവികതയാണ് വേണ്ടത്. ഈ മാനവികത കൊണ്ടുവന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മതത്തിന് അവിടെ സ്ഥാനമില്ല. ഉണ്ടാവുമോ?